ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പം ഞാനൊരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ലഞ്ച് ബോക്സ് ഞാൻ ബാക്കി വന്ന നെയ്ച്ചോറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്ച്ചോറ് ബാക്കി വന്നാൽ അതിലേക്ക് കറിയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ തിന്നും. അപ്പോൾ അതിന് നമുക്ക് ലഞ്ച് ബോക്സായും നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 5-6 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തക്കാളി, ഇതെല്ലാം അരിഞ്ഞു എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നാൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, കുട്ടികൾക്കൊക്കെ കൊടുക്കണ കാരണം ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി തക്കാളി ഒന്ന് നന്നായി ഒന്ന് സോഫ്റ്റായി വരണം. എൻ്റെ തക്കാളി ഇവിടെ കുറച്ച് പച്ച പോലത്തെ തക്കാളി ആയിരുന്നു. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതാ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. എൻ്റെ തക്കാളി ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് നേരം പിടിച്ച്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുവിലേക്കായിട്ട് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഞാനൊരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചോറിനനുസരിച്ച് മുട്ട കൂട്ടിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. ഇപ്പം അതാ ഞാൻ മുട്ടക്ക് ഇവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. മുട്ടക്കൊരു പച്ച സ്മെല്ലുണ്ട്, അതൊക്കെ മാറാൻ വേണ്ടി ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചിക്കി എടുക്കുന്നത്. അപ്പോൾ ആ മുട്ടക്ക് നന്നായി വെന്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലുണ്ടാവില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ട് വേവിച്ചതല്ലേ, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. നമ്മളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ ആവും. കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നെയ്ച്ചോറാണ്. ഞാനൊരു പ്ലേറ്റോളം നെയ്ച്ചോറ് ബാക്കിയുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നെയ്ച്ചോറിക്ക് എല്ലാ ഫ്ലേവറും, ഈ മുട്ടയുടെ എല്ലാ ഫ്ലേവറും ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സാദാ ചോറിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നെയ്ച്ചോറ് വേണമെന്നില്ല, നമുക്ക് സാദാ ചോറ് ബാക്കിയുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ചില ദിവസം നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യാത്ത ദിവസങ്ങളുണ്ടാവും, മടിയുള്ള ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ചോറ് വെച്ചിട്ട് ഇതേപോലെ കാട്ടിയാൽ മതി, മുട്ടച്ചോറ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിയും ചെയ്യും. ഇപ്പോൾ അതാ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സായി കൊടുത്തയക്കും ചെയ്യാം. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും ഇത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.